ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കിന്റെ വീഡിയോ ആണ്. നമ്മളൊരു ചെറിയ ഷോപ്പിങ്ങിന് പോകുമോ, അതല്ലെങ്കിൽ ഡെയിലി ഓഫീസിലേക്ക് ഇറങ്ങുമോ, അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് വെളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. വളരെ മിനിമം ആയിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. അതും അല്ലെങ്കിൽ പ്രത്യേകിച്ച് 35 ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ മേക്കപ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് ഒക്കെ എടുത്തോളൂ, നമുക്ക് ഒരുമിച്ച് റെഡി ആവാം. അപ്പൊ നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് കിടക്കാം. അതിനായി ആദ്യമേ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്ത് വരാം. പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മേല് കഴുകാൻ ശ്രദ്ധിക്കാം. എന്തായാലും നമ്മൾ വീട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ കുറച്ച് വേർത്തൊക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് മേല് കഴുകിയാൽ ആ വേർപ്പൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവുന്നതായിരിക്കും. അപ്പൊ അതിനായി അധികം ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല, പെട്ടെന്നൊന്ന് മേല് കഴുകി വരാം. അതല്ലെങ്കിൽ നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് വരാം. ഇനി നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഫേസിലും കഴുത്തിലും ഒക്കെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസർ ആണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് എൻ്റെ കയ്യിലുള്ള, അത് യൂസ് ചെയ്ത് ഫേസ് മൊത്തം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. കഴുത്തിലും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നമ്മുടെ സ്കിൻ നല്ലതായിട്ടൊന്ന് ക്ലിയർ ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മോയ്സ്ചറൈസർ കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കയ്യിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ മുട്ടിന്റെ ഭാഗത്തോടെ അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ എപ്പോഴും നമ്മൾ ഡ്രൈ ആയിട്ട് വെളുത്തിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ രണ്ട് കയ്യിലും കൂടെ മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ലിപ് ബാം എടുത്തിട്ട് ഒന്ന് ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വെയിലത്തോട്ടാണ് ഇറങ്ങാൻ പോകുന്നതെങ്കിൽ ഈ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം മുഖത്തും അതുപോലെ കയ്യിലും കഴുത്തിലും ഒക്കെ ഒരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കണ്ണിന്റെ മേക്കപ്പ് ചെയ്യാം. അതിനെ ഞാനിവിടെ മെബലിൻ ന്യൂയോർക്കിന്റെ കൊളോസൽ ലൈനർ എന്നൊരു ഐലൈനർ പെന്നാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പെൻ മോഡലിലാണ്. അപ്പോൾ തന്നെ ബിഗിനേഴ്സിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ആദ്യമേ ഈ നോർമൽ ഐലൈനർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് വെച്ചിട്ട് എഴുതുമ്പോൾ എപ്പോഴും എൻ്റെ തെറ്റിപ്പോകുമായിരുന്നു. പക്ഷെ ഇത് നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് പെന്ന് വെച്ച് എഴുതുന്നത് മാതിരി തന്നെ ഒട്ടും നമുക്ക് ഷെയ്ക്ക് ആവാതെ എഴുതാൻ പറ്റും. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഐലൈനർ ഒന്ന് ചെയ്യാം. നമ്മളെപ്പോഴും എഴുതുമ്പോൾ സൈഡിൽ നിന്ന് ചെറുതായിട്ട് എഴുതിയിട്ട് അകത്തേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് എഴുതി കൊടുക്കാം. ഇത് വെച്ച് നല്ല എളുപ്പമാണ് ചെയ്യാൻ. ഒട്ടും പിന്നെ ഷേക്ക് ആവാതെ എഴുതി കിട്ടും. ഇത്രേ ഉള്ളൂ. അപ്പം എവിടെയെങ്കിലും ഫില്ലാവാതെ ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ കണ്ണും കൂടെ ഒന്ന് എഴുതിയിട്ട് വരാം. അപ്പം ഞാനിവിടെ രണ്ട് കണ്ണും എഴുതി വന്നിരിക്കുകയാണ്. ഈ ഐലൈനർ പെൻ വെച്ചിട്ട് ഭയങ്കര ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ട് ഷേക്കാവാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ണ് എഴുതി എടുക്കാവുന്നതാണ്. ഇനി താഴെയും എഴുതുന്നവരാണെങ്കിൽ താഴെയും കൂടെ എഴുതാവുന്നതാണ്. ഞാൻ യൂഷ്വലി താഴെ ചെയ്യാറില്ല. നമുക്ക് ഐബ്രോസ് ഒന്ന് ശരിയാക്കാം. അതിനായി ഞാൻ ചുമ്മാ സാധാരണ വെളിയിൽ പോകുമ്പം ഐബ്രോസ് വരയ്ക്കാറൊന്നുമില്ല. അതിന് ഇതുപോലെ ഒരു ഐബ്രോ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തെടുക്കാറേ ഉള്ളൂ. അപ്പം നല്ലൊരു ഷേപ്പിൽ വരുന്നതാണ്. അപ്പം നമുക്ക് രണ്ട് ഐബ്രോസും ഇത് വെച്ചിട്ട് ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്യാം. തീരെ തിന്നായിട്ടുള്ളവർക്കാണെങ്കിൽ ഒന്ന് വരച്ചെടുക്കാം. ഞാനും ഏതായാലും പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ
ഐബ്രോസ് ഒന്ന് വരയ്ക്കാറുണ്ട്. പക്ഷെ ചുമ്മാ സാധാരണ മുമ്പ് ജസ്റ്റ് ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്യാറേ ഉള്ളൂ. ഇപ്പം അത്യാവശ്യം നല്ലൊരു ഷേപ്പായില്ലേ. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ കോമ്പാക്ട് പൗഡർ ആണ്. ഇത് മെബലിൻ ന്യൂയോർക്കിൻ്റെ തന്നെ ഫിറ്റ്മി എന്ന് പറഞ്ഞൊരു കോമ്പാക്ട് പൗഡർ ആണ്. ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് അല്ലേ, അപ്പം ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ തന്നെ ഈ ബ്ലെൻഡർ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിലും അതുപോലെ തന്നെ നെറ്റിയിലും കഴുത്തിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലൈറ്റ് ആയിട്ടേ ഇടുന്നുള്ളൂ. കൈകൊണ്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും എക്സ്ട്രാ വന്നിട്ടുണ്ട് അതൊക്കെ പൊക്കോളും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ അത്യാവശ്യം കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്യാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫേസസ് കാനഡയുടെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും എക്സ്ട്രാ ഡേ പോരുന്നതാണ്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഡ്രസ്സ് അനുസരിച്ച് പൊട്ട് വേണേ വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യാം. ഇപ്പൊ ഇന്ത്യൻ ഡ്രസ്സാണ് ഇടുന്നതെങ്കിൽ നമുക്കൊരു പൊട്ടും കൂടി ഇതിൻ്റെ കൂടെ വെക്കാം. അതല്ല വെസ്റ്റേൺ ആണെങ്കിൽ പൊട്ട് വെക്കേണ്ട, ഇത്ര മതിയാവും. നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബേസിക് മേക്കപ്പും ഹെയറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം പുറത്ത് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഒരിക്കലും ഡിയോഡറന്റ് മറക്കരുത്. അപ്പോൾ പോകുന്നതിന് മുമ്പായി ഡിയോഡറന്റ് കൂടെ അടിക്കുക. നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള മേക്കപ്പ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പാർട്ടി മേക്കപ്പ് ലുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ എല്ലാവരും ഇപ്പം എൻ്റെ കൂടെ റെഡി ആയെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാൽ പുറത്തു പോവാം. ബൈ.